ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളെല്ലാവരും ഐസ്ക്രീമും കസ്റ്റാർഡ് പൗഡറും ഒക്കെ വെച്ചിട്ട് ഫ്രൂട്ട് സാലഡ് ചെയ്യാറുണ്ട്. എപ്പോഴും ഇതൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ് ഈസി ആയിട്ട് ഫ്രൂട്ട് സാലഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ മാതളത്തിൻ്റെ പകുതി ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ 2 മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞിട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ തൊലി കളയാതെയും ചേർക്കാവുന്നതാണ്. എന്നിട്ട് പച്ചമുന്തിരിങ്ങ നല്ലോണം കഴുകി അരിഞ്ഞ് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണൽ മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കസകസ കൂടി എടുത്തിട്ടുണ്ട്. ഇതും വേണമെങ്കിൽ ചേർത്താൽ മതി. എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ ആ ബൗളിലേക്ക് ആക്കാം. എന്നിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 15 മിനിറ്റ്സ് നമ്മളിത് റെഫ്രിജറേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ ഫ്രൂട്ട്സിൽ നന്നായിട്ട് ഈ പഞ്ചസാരയുടെ മധുരം കൂടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം ഈ സ്റ്റെപ്പ് ചെയ്താൽ മതിയാകും. അതല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അല്ലാത്തവർ പഞ്ചസാര ഫ്രൂട്ട്സിൽ ചേർക്കാതെ ഡയറക്റ്റായിട്ട് പാലിൽ ചേർത്താൽ മതിയാകും. കണ്ടില്ലേ, ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റാം. ആ സമയത്ത് നമുക്കൊരു മിക്സ് ഉണ്ടാക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് എടുക്കാം. ഏത് ഗോതമ്പ് മാവാണെങ്കിലും കുഴപ്പമില്ല. അതിൽ കുറച്ച് പാലെടുത്ത് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും 2-3 ടേബിൾ സ്പൂൺ പാലെടുത്ത് ഈ ഗോതമ്പ് മാവിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. 1/2 ലിറ്റർ പാലിൽ ഏകദേശം ഒരു 3-4 പേർക്ക് കഴിക്കാൻ പറ്റും. അത്യാവശ്യം നന്നായിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വിസ്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ ബീറ്റർ വെച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഈ കട്ടയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പാലിൻ്റെ ബാക്കി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. 1/2 ലിറ്റർ പാലിൻ്റെ ബാക്കിയാണിത്. നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ചേർത്തിട്ട് ബാക്കി പിന്നെ ചേർത്താൽ മതി. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇപ്പോൾ ഈ പാൽ തിളച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് മാവിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഈ പാലിലോട്ട്. നല്ല രീതിയിൽ തീ വെച്ച് കഴിഞ്ഞാൽ ഈ മാവ് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ ഒന്ന് കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിനി ഇത് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇളക്കാനായിട്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒരു അരിപ്പിൽ വെച്ച് അരിച്ചെടുക്കാം. ഈ സൈഡിലുള്ള പാടയൊക്കെ പാലിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. നല്ല ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത് ഒരുപാട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരുപാട് തിക്കാവണ്ട. ഒന്ന് ചെറുതായിട്ട് കുറുകി വരും. അപ്പോഴേക്കും നമുക്ക് മാറ്റണം. ഈ തണുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ തിക്കായിക്കോളും. ഒരുപാട് വെള്ളം പോലെ ആണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് നല്ലതുപോലെ ചൂടാറാൻ വെക്കാം. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ ഫ്രൂട്ട്സ് ചേർക്കണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഉള്ള ഫ്രൂട്ട്സ് വെച്ച് ചെയ്തതേ ഉള്ളൂ. ഇനി നമ്മൾ മിക്സ് ചെയ്ത പാലിൽ കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചായതുകൊണ്ട് മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനി 2 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളോട് വാനില എസൻസ് ഇല്ലെങ്കിൽ കുറച്ച് ഏലക്ക പൊടി ചേർത്താലും മതിയാകും. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്.
ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രൂട്ട്സൊക്കെ ഈ പാലിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് തണുക്കാൻ വേണ്ടി വെക്കാം. അതിന് മുമ്പ് ഞാൻ കുറച്ച് കസകസ കൂടി ഈ ഫ്രൂട്ട്സിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 1 അവർ മതിയാകും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് സാലഡ് റെഡി ആയിട്ടുണ്ട്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇനി സാധനം വാങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള ടെൻഷൻ ആർക്കും വേണ്ട. വീട്ടിൽ തന്നെ ഉള്ള സാധനം വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒന്നാണിത്. എല്ലാവരും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നോട് അഭിപ്രായം അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.